പ്രവർത്തകരെന്ന് നമ്മളവിടെ പ്രതിഷേധം നടക്കുമ്പോൾ കണ്ടില്ല. പക്ഷേ അവരെ വസത്തിൽ കയറി ഇയാളും മാത്രമേ കാണാതെ കൈരളിക്കാരൻ കണ്ടില്ല. അതത്രേ ബാക്കി എല്ലാവരും വനിതാ പോലീസുകാരെ മർദ്ദിക്കുക ചെയ്തല്ലോ. വി.ഡി. സതീശനും കയർക്കുകയാണ് കൈരളിയോട്. കൈരളി മാത്രമേ കാണാതുള്ളൂ വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറിയതെന്നാണ് വി.ഡി. സതീശനും ഇപ്പോൾ കൈരളി റിപ്പോർട്ടർ അനുരാഗിനോട് കയർത്തുകൊണ്ട് സംസാരിച്ചത്. വി.ഡി. സതീശന് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് നവകേരള സദസ്സിൻ്റെ വിജയത്തിൽ LDF സർക്കാർ നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ കൈരളി നടത്തുന്ന മാധ്യമ ഇടപെടലുകളിൽ വലിയ തരത്തിലുള്ള അസംതൃപ്തിയുണ്ട്, അസ്വസ്ഥതയുണ്ട്. അതൊരിക്കൽ കൂടി വെളിവാകുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അഴിഞ്ഞാട്ടം സൂചിപ്പിക്കുന്നത്. അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഇപ്പോൾ വി.ഡി. സതീശനോട് എന്താണ് അനുരാഗ് ചോദിച്ചത്? വി.ഡി. സതീശന്റെ പ്രതികരണം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് സമാനമായി പ്രതികരണമാണ് വി.ഡി. സതീശനും പിന്നാലെ മാധ്യമങ്ങളോട് നടത്തിയത്. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് വസ്ത്രത്തിൽ കയറി പിടിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ചോദിച്ച കൃത്യമായ ചോദ്യം, ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വനിതാ പ്രവർത്തകരെയൊന്നും അവിടെ കണ്ടില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഈ ആരോപണം നിലനിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് കൈരളി മാത്രമാണ് അങ്ങനെ കണ്ടത്, പ്രവർത്തകരുടെ ഉണ്ടായിരുന്നു, കൈരളിക്ക് മാത്രമാണ് അങ്ങനെയുള്ള കാഴ്ചകൾ എന്ന പ്രതികരണമാണ്. അതിനൊപ്പം തന്നെ പോലീസുകാരെ മർദ്ദിച്ചതിൽ എന്ത് പ്രതികരണമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മുഖം തിരിച്ചുകൊണ്ട് DCC ഓഫീസിലേക്ക് കയറിപ്പോകുന്ന വി.ഡി. സതീശനെയാണ് കണ്ടത്. എന്തായാലും കൃത്യമായ മറുപടിയില്ല. പ്ലാൻ ബി അടക്കം തകർന്ന തരിപ്പണമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്ലാൻ എ എന്ന് പറയുന്നത് പോലീസിനെ കൊണ്ട് ലാത്തിച്ചാർജ് നടത്തി വ്യാപകമായി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മർദ്ദനം ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പോലീസ് കൃത്യമായി സംയമനം പാലിച്ചുകൊണ്ട് അതിനെ തടയിട്ടു. പിന്നാലെ പ്ലാൻ ബി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. പക്ഷേ ആരോപണം നമ്മുടെ ചോദ്യത്തിൽ തകർന്നുപോയി. പിന്നാലെയാണ് വി.ഡി. സതീശൻ തന്നെ നേരിട്ടെത്തി ആരോപണം ഏറ്റുപിടിക്കുന്നത്. അപ്പോഴും കൃത്യമായി ഇപ്പോൾ എന്തായാലും മറുപടിയില്ലാതെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച. എന്തായാലും ഇപ്പോൾ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ DCC ഓഫീസിലേക്ക് കയറിപ്പോയിരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടിയില്ലാതെ പ്രവർത്തകർ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവും മറുപടിയില്ലാതെ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.